At the next intersection, turn right. Turn right. You are driving in the wrong direction. Please turn around. Your destination is 3 kilometers away. Your destination is 3 miles away. Your destination is 2 kilometers away. Your destination is 2 miles away. You have reached your destination. എന്തിട്ടത് നാശം. ആരാ? എന്ത് പറ്റി സാറേ? സാറേ എൻ്റെ മോളൊന്ന് രക്ഷിക്കണം. എന്താ പറ്റിയെന്ന് കാര്യം പറ സാറേ. എൻ്റെ മോളൊന്ന് രക്ഷിക്കണം സാറേ. മോൾക്ക് എന്ത് പറ്റിയേ സാറേ? എൻ്റെ മോളൊന്ന് രക്ഷിക്കണം സാറേ. എന്താ പറ്റിയ താൻ കാര്യം പറ. മോളൊന്ന് രക്ഷിക്കണം സാറേ. ഞാൻ എന്താ എൻ്റെ മോളൊന്ന് രക്ഷിക്കണം സാറേ. എടോ താൻ കാര്യം പറ സാറേ. സാറേ എൻ്റെ മോളൊന്ന് രക്ഷിക്കണം സാറേ. എൻ്റെ മോളൊന്ന് രക്ഷിക്കണം സാറേ. ജോയി പാലസ്. ഹലോ ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ. ആരാ ഇത്? ഒരു ടോർച്ച് എന്തെങ്കിലും കിട്ടുമോ? ടോർച്ചോ? ഇതാരാ? എന്തെങ്കിലും ഒരു വെട്ടം കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പോയോ? കറണ്ട് പോയല്ലോ. തീപ്പെട്ടിക്ക് എവിടെ വെച്ചെന്നാ ആവശ്യത്തിന് കാണത്തുമില്ല. അതെ, ഞാനിപ്പോൾ വരാം.
ടോർച്ച് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? അയ്യോ ടോർച്ചൊന്നുമില്ല. എന്തു പറ്റി? വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ്, പക്ഷേ വെളിച്ചമില്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ മഴ. കയറി നിന്നു അകത്തോട്ട്, നനയണ്ട. എന്താ കയറിക്കോ, വരൂ. ഇരുന്നോളൂ. പക്ഷേ ഇല്ല, ഞാൻ പുറത്തുനിന്നുള്ളായിരുന്നു. കുഴപ്പമില്ല, പുറത്ത് നല്ല മഴയല്ലേ, ഇരുന്നോളൂ. ശരിക്കും എന്താ പറ്റിയത്? ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാ, പക്ഷേ ഗൂഗിൾ ചേച്ചി ചതിച്ചു. ഞാനൊരു കട്ടെടുക്കട്ടെ? ആ എടുത്തു. നല്ല ചൂടുണ്ടേ. ആ കരണ്ട് വന്നല്ലോ. സമാധാനം. അമ്മേ. ഹാ അതെ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാവേ. ആ ശരി. എന്താ മഴ അല്ലേ? അതെ അതെ. അല്ല, എങ്ങോട്ട് പോവായിരുന്നു? ആരാ വിളിച്ചത്? മോളാണോ? ഹാ അതോ എൻ്റെ മോളാ. അവൾക്ക് വേദനയ്ക്കൊരു മരുന്ന് കൊടുക്കാൻ പോയതാ. എന്തു പറ്റി? അവൾക്ക് വയറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചോ? കാണിച്ചു, പക്ഷേ പാലക്കാടുള്ള ഒരു ദാവൂദ് ഡോക്ടറെ കാണിക്കാൻ അവർ പറഞ്ഞു. ആ എന്നിട്ട് നിങ്ങൾ ആ ഡോക്ടറെ കാണാൻ പോയിരുന്നോ? പോയി, പക്ഷേ 2 തവണ പോയിട്ടും ആളെ കാണാൻ പറ്റിയില്ല. മോളെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ കാണാം. മോളെ ശ്രീകുട്ടി. വിളിക്കണ്ട. മോളെ. വേണ്ട, കിടന്നോട്ടെ. വേദന എവിടെയായിട്ടാണ് വരുന്നത്? ഈ ഭാഗത്തായിട്ട്. റൈറ്റ് സൈഡിലാണല്ലേ? ഇപ്പൊ 2 ദിവസമായിട്ട് വേദന പറയുന്നത്. കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ മറ്റോ കാണിച്ച പ്രിസ്ക്രിപ്ഷൻ വല്ലതും ഉണ്ടോ കയ്യിൽ? ഉണ്ട്.
ഒന്നെടുക്കാവോ? ആ. സർ ഡോക്ടറാണോ? ഐ ആം ഡോക്ടർ. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു സർജറിയുടെ ആവശ്യമേ വരുള്ളൂ. മോൾ എപ്പോഴെങ്കിലും മുടിയോ മറ്റോ കടിക്കുന്നതോ തിന്നുന്നതോ ആയിട്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? കാണിച്ചേ, നോക്കട്ടെ. വാ തുറന്നേ. ആ ആ ആ. അങ്ങനെ ഇടയ്ക്ക് കിട്ടുമായിരുന്നു. കിട്ടുമായിരുന്നു. ഇത് പേടിക്കണ കാര്യമൊന്നുമില്ല. ഇത് റെയറായിട്ട് കണ്ടുവരുന്ന റപ്പുൻസൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു തരം രോഗമാണ്. നമുക്ക് നാളെ തന്നെ ഒരു സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സർ, ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റിയ സാമ്പത്തിക അവസ്ഥയിലല്ല. ദാവൂദ് ഡോക്ടറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ 2 തവണ പോയായിരുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. ഞാനതല്ല ആലോചിക്കുന്നത്. ഞാനിവിടെ വരാനും ഈ മോളെ കാണാനും എല്ലാം ഒരു നിമിത്തം പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ കറക്റ്റ് ഈ വണ്ടി ഇവിടെ തന്നെ വന്ന് കംപ്ലൈൻ്റ് ആവാനും. ഡോക്ടർ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആ ഡോക്ടർ ദാവൂദ്, അത് ഞാൻ തന്നെയാണ്. അമ്മ, ഇതിൽ നിന്ന് ആ ഞെട്ടൊന്ന് തിരഞ്ഞെടുത്ത് തരാമോ? ഞാൻ കുളിച്ചു വന്നതേ ഇല്ലൂ. എനിക്ക് വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. നോക്കിയിറങ്ങണം, സൂക്ഷിച്ച് പതുക്കെ പതുക്കെ. ഈ ഭാഗത്താ താഴെ, ഒന്ന് താഴെ തന്നെ നോക്കി. നീ എന്താ ചിരിക്കണേ? എന്നാ നീ വന്ന് തപ്പ്. 4 ഞെട്ടിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, വന്ന് അമ്മേനെ സഹായിച്ചൂടെ? ഇതേ അവിടെ നോക്കി. എവിടെയാണോ? ഇപ്പറേ താഴെ, അവിടെ അടിയിൽ. അത് തന്നെ, അവിടെ തന്നെ, അവിടെ തന്നെ. ഈ സൈഡ്, അവിടെ ഈ അറ്റത്തെ കല്ലിൻ്റെ സൈഡിലായിട്ട് നോക്ക്. ആ താഴെ താഴെ. ആ ആ ഓക്കെ. അത് തന്നെ, അവിടെ തന്നെ. എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു. ഇവിടെ ഒന്നും ഇല്ല. എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലാത്തതുണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങിയത് ഇന്ന് എടുക്കില്ലേ? അവിടെ തന്നെ, ആ താഴെ ഒന്നുകൂടി നോക്കി. അവിടെ തന്നെ കിട്ടിയോ? അവിടെ തന്നെ, അവിടെ തന്നെ. ആ വലിയ എഞ്ചിൻ പണിയൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കാട്ടോ. എഞ്ചിനീയർ അല്ലേ? ഇന്നലെ ഞെട്ടൂരി ഇതേ കല്ലേ വെച്ചതാ, പിന്നെ മനസ്സിലായത് തോടാണെന്ന്. അത് നന്നായി. ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ പോവാ? കുട്ടികളെ വാക്കൊന്നും ചെറുതായി കാണരുതെന്നാ പറഞ്ഞേക്കണേ. അതെ, എൻ്റെ 4 ഞെട്ട് ഇവിടെ പോയി. അത് കിട്ടിയാൽ എനിക്ക് വീട്ടിൽ പോവാം. ഞാൻ എന്താ ചെയ്യണ്ടേ? അയ്യേ, ഇതിനെ എത്ര സമയം കളഞ്ഞേ എന്റെ മാഷേ. ബാക്കി 3 ടയറിൽ ഓരോ ഞെട്ടുകളെടുത്ത് ആ ടയറിലിട്ടാ പോരെ? ഇപ്പൊ എല്ലാത്തിലും 3 ഞെട്ടായില്ലേ? 4 3 ശരിയാണല്ലോ.
നിൽക്കുന്ന ആള് കൊള്ളാലോ. എന്തു പറ്റി സാറേ? ഇതിൻ്റെ ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഒരു സെറ്റ് ഞെട്ടും ബോൾട്ടൊന്ന് മാറ്റണം. വണ്ടി മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം. അല്ല, എല്ലാത്തിലും എന്നിട്ട് കുറവാണല്ലോ സാറേ. അത് വലിയൊരു കഥയാ. അതെന്ത് കഥയാ? ഇന്നലെ ഞാൻ ചെന്നെത്തിയ ഒരു തോടിൻ്റെ വക്കത്ത് വണ്ടിയാണെങ്കിൽ പഞ്ചറും. അതിൻ്റെ ഞെട്ടൂരി വെച്ച് നേരെ തോട്ടിലേക്കും ചാടി. പിന്നെ 3 ടയറിൽ 4 ചെട്ട്, ഓരോന്നെടുത്ത് അങ്ങോട്ട് ചാമ്പി. പിന്നെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നു. സാറിൻ്റെ ഒരു ബുദ്ധിയെ. നല്ല പഴക്കമുള്ള വണ്ടിയാണല്ലോ. വാപ്പട വണ്ടിയാ, ഉപേക്ഷിക്കാൻ തോന്നിയില്ല. വർഷം കുറേ ആയതല്ലേ. സാർ എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക, ചെറിയൊരു സർജനായിട്ട്. നമ്മൾ രണ്ടാളും ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അതെന്താ? ഓ, ഞാനും മെക്കാനിക്ക്, സാറും മെക്കാനിക്ക്. ഓ അങ്ങനെ. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, ഞാനൊക്കെ പണിയെടുത്താൽ 10 or 100 കിട്ടും. സാറൊക്കെ തൊട്ടാ ലക്ഷങ്ങളല്ലേ, ലക്ഷങ്ങൾ. അതെത്രയാ? എന്തെങ്കിലും തന്നാ മതി സാറേ. ചേട്ടോ ഒന്ന് പോരുമോ? ചേട്ടൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? മണി. എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു? 40-45 വർഷമായി മോനെ. 45 വർഷമോ? ഒറ്റ നോട്ടത്തിൽ ഏത് വണ്ടിൻ്റെ രോഗം ഞാൻ മനസ്സിലാക്കും. ആഹാ, എന്നാൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടിയുടെ എൻജിൻ ചേട്ടൻ നന്നാക്കിയിട്ടുണ്ടോ? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ എൻജിനൊക്കെ ആരാ സാറേ നന്നാക്കണേ? ലോകത്തിൽ നടക്കുമോ അതൊക്കെ? അത് ഓടിക്കൊണ്ടിരിക്കല്ലേ സാറേ. അതാണ് ചേട്ടാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. പോട്ടെ. ഇത് അയാളല്ലേ?
ആ ഡോക്ടറാണല്ലോ. ഹലോ, ഹലോ ലക്ഷ്മി, എന്ത് ഡോക്ടറെ? ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയിരുന്നേ. ആ, എന്ത് കാര്യം? തൻ്റെ ഹസ്ബൻഡ് എന്തായിരുന്നു പറ്റി? ഹലോ ഹലോ ലക്ഷ്മി, ഹലോ.